എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചാരസംഘടനയാണ് ഇസ്രായേലിന്റെ മൊസാദ്. ഇറാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും ഇവരുടെ പങ്ക് വലിയ ചർച്ചയായിരുന്നു. മൊസാദിന് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ചാരനാണ് എലി കോഹൻ. കോഹനെ സിറിയയിൽ തൂക്കിലേറ്റുകയായിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് കോഹന്റെ സ്വകാര്യ ഉപയോഗ വസ്തുക്കളും മറ്റു ശേഖരണങ്ങളുമൊക്കെ സിറിയയിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ചത്. കോഹനെ പിടികൂടിയ സമയത്ത് സിറിയൻ ഇന്റലിജൻസ് അധികൃതർ ശേഖരിച്ചതായിരുന്നു ഇവ. സിറിയയിൽ നിന്നുള്ള ജൂത ദമ്പതികളുടെ മകനായിരുന്നു കോഹൻ. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിലുള്ള പ്രാവീണ്യം കോഹനുണ്ടായിരുന്നു. ഇസ്രായേലിൽ എത്തിയ ശേഷം അവിടുത്തെ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ ചേരാൻ കോഹൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എന്നാൽ 60കളിൽ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും തർക്കങ്ങളും രൂക്ഷമായി. ഇതോടെ സിറിയയെ ശക്തമായ ചാരവലയത്തിൽ കൊണ്ടുവരാൻ ഇസ്രായേൽ പദ്ധതിയിട്ടു. സിറിയൻ വേരുകളും ഭാഷാരീതികളും വശമുള്ള കോഹന് അവസരം ഒരുങ്ങുകയായിരുന്നു. മൊസാദ് കോഹനെ നിയമിച്ചു. 6 മാസം ശക്തമായ പരിശീലനം നൽകിയ ശേഷം അർജന്റീനിയൻ തലസ്ഥാനം ബ്യൂണസ് ഐറിസിലേക്കാണ് അവർ അയാളെ അയച്ചത്. അർജന്റീനയിൽ ഉണ്ടായിരുന്ന പ്രബലമായ സിറിയൻ പ്രവാസി സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കലായിരുന്നു കോഹന്റെ പ്രധാന ലക്ഷ്യം. കമാൽ അമീൻ ടാബറ്റ് എന്ന പേരിൽ കോഹൻ സിറിയയിലെത്തി. ആളുകളുമായി ചെങ്ങാത്തത്തിലാകാൻ കോഹന് വല്ലാത്ത പാഠവുമായിരുന്നു. അർജന്റീനയിലെ സിറിയൻ പ്രവാസി സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെ ഇഷ്ടം ഇതിനിടെ കോഹൻ വേണ്ട രീതിയിൽ സമ്പാദിച്ചു. സിറിയയിലേക്ക് തിരിച്ചു പോവുകയാണ് തന്റെ ആഗ്രഹമെന്നൊക്കെ ഇടയ്ക്ക് ഇവരോട് കോഹൻ അഥവാ ടാബറ്റ് പറഞ്ഞു. ഇതിന്റെ ഫലമായി 1962 സിറിയൻ തലസ്ഥാനം ദമാസ്കസിലേക്ക് പോകാൻ കോഹന് അവസരമൊരുങ്ങി. കോഹനെ പ്രകീർത്തിച്ചുള്ള ഒട്ടേറെ ശുപാർശ കത്തുകളും പരിചയക്കുറിപ്പുകളും അർജന്റീനയിലെ പ്രവാസി സമൂഹം അയാൾക്ക് നൽകിയിരുന്നു. സിറിയയിൽ എത്തിയ ശേഷം ഒരു സമ്പന്നന്റെ പകിട്ടാർന്ന ജീവിതം കോഹൻ മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗൃഹത്തിൽ മിക്കപ്പോഴും പാർട്ടികൾ നടന്നു. ദമാസ്കസിലെ പ്രധാന വ്യക്തികളും ഉന്നത നയതന്ത്ര മിലിറ്ററി ഓഫീസർമാരുമൊക്കെ കോഹന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടികൾക്കെത്തി. ഇവരുമായി ഉണ്ടാക്കിയ പരിചയവും സൗഹൃദവും മൂലം വിലപ്പെട്ട സൈനിക രഹസ്യങ്ങളും മറ്റും കോഹന്റെ ചെവിയിലെത്തി. ഇതേ സൗഹൃദം രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും കോഹന് തുണയായി. അന്ന് സിറിയയിലെ തന്ത്രപ്രധാന കേന്ദ്രമായ ഗോലാൻ കുന്നുകൾ വരെ ഇപ്രകാരം കോഹൻ സന്ദർശിച്ചു. അർജന്റീനയിൽ ഉള്ള കാലത്ത് തന്നെയാണ് അന്നത്തെ സിറിയയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ അമീൽ അൽ ഹാഫിസുമായി കോഹൻ സൗഹൃദത്തിലാകുന്നത്. അന്ന് സിറിയ ഭരിച്ച സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച അമീനെ അർജന്റീനയിൽ ഒരു മിലിറ്ററി അറ്റാഷെ പദവിയിൽ നല്ല നടപ്പിന് വിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 1963 ബാത്തിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ ഹാഫിസ് സിറിയയിലെ അന്നത്തെ സർക്കാരിനെ മറിച്ചിടുകയും പിന്നീട് രാജ്യത്തെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. ഇതോടെ കോഹന്റെ വസന്തകാലം തുടങ്ങി. കോഹനെ സിറിയയുടെ പ്രതിരോധ മന്ത്രിയാക്കാൻ പോലും ഹാഫിസ് ഇടക്കാലത്ത് ആലോചിച്ചിരുന്നു എന്നുള്ളത് ഈ സൗഹൃദത്തിന് തെളിവായിരുന്നു. ഇതോടൊപ്പം തന്നെ സിറിയയിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ടെലിഗ്രാം വഴിയും പാഴ്സലുകൾ മുഖേനയും ഇസ്രായേൽ കൃത്യമായി എത്തുകയും ചെയ്തു. സിറിയൻ പ്രസിഡന്റുമായുള്ള സൗഹൃദവും മൊസാദിൻ മറ്റാരെക്കൊണ്ടും സാധിക്കാൻ പറ്റിയിട്ടില്ലാത്ത നേട്ടങ്ങളും കോഹനെ ഇസ്രായേലി ചാരവൃത്തികളിൽ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയിരുന്നു. എന്നാൽ പ്രവർത്തനത്തിലെ മികവിനൊപ്പം തന്നെ അദ്ദേഹത്തിനൊരു ന്യൂനതയുണ്ടായിരുന്നു: അശ്രദ്ധ. എല്ലാ ദിവസവും ഒരേ സമയത്തായിരുന്നു അദ്ദേഹം ഇസ്രായേലിലേക്ക് ടെലിഗ്രാം സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഇത് സംശയത്തിനിടയാക്കും എന്ന് മൊസാദ് അദ്ദേഹത്തെ ഉപദേശിച്ചെങ്കിലും കോഹൻ ഈ രീതി തുടർന്നു. ഒടുവിൽ സിറിയ ചതി മനസ്സിലാക്കുക തന്നെ ചെയ്തു. അവർ കോഹന്റെ സന്ദേശങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. 1965 ഇസ്രായേലി കേന്ദ്രത്തിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കെ ദമാസ്കസിലെ കോഹന്റെ വസതിയിലേക്ക് സിറിയൻ സൈനികർ ഇരച്ചുകയറി. തൊണ്ടിയടക്കം കോഹൻ പിടിക്കപ്പെട്ടു. വലിയ രാജ്യാന്തര ശ്രദ്ധ നേടിയിരുന്നു അന്നത്തെ കോഹന്റെ അറസ്റ്റ്. വധശിക്ഷ ഏകദേശം ഉറപ്പായി. ഇസ്രായേലും ചില യൂറോപ്യൻ രാജ്യങ്ങളും കോഹനെ കൊല്ലരുതെന്ന് സിറിയയോട് ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും അവർ ചെവിക്കൊണ്ടില്ല. 1965 മെയ് 19 എലി കോഹൻ ദമാസ്കസ് നഗരത്തിൽ തൂക്കിലേറ്റപ്പെട്ടു. 2019 പുറത്തിറങ്ങിയ ദി സ്പൈ എന്ന മിനി സീരീസിൽ കോഹൻ പരാമർശിക്കപ്പെടുന്നുണ്ട്.